എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലെത്തിയ ഒരു ആക്ഷൻ മാസ് മലയാള ചിത്രമാണ് ഒരു തെക്കൻ തല്ലുകേസ്. ബിജു മേനോൻ, റോഷൻ മാത്യു, പത്മപ്രിയ എന്നിവരാണ് ഇതിലെ പ്രധാന വേഷത്തിലെത്തുന്നത്. 4 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന ചിത്രം ഇപ്പോൾ 2.5 കോടിയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ 4 ദിവസം ചിത്രം നല്ല കളക്ഷൻ കിട്ടിയിരുന്നെങ്കിൽ പോലും അവസാന 2 ദിവസങ്ങളിൽ ചിത്രത്തിന്റെ കളക്ഷൻ വൻ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. ഈ രീതിയിൽ ചിത്രം മുൻപോട്ട് പോയാൽ ചിത്രം ഫ്ലോപ്പായി മാറാൻ ചാൻസ് കൂടുതലാണ്. അരവിന്ദ് സ്വാമി, കുഞ്ചാക്കോ ബോബൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ബൈലിംഗൽ സിനിമയാണ് ഒറ്റി. ഈ ചിത്രത്തിന്റെ മലയാളം വേർഷൻ മാത്രമാണ് ഇപ്പോൾ റിലീസ് ചെയ്യാനെത്തിയിട്ടുള്ളത്. ചിത്രത്തിന്റെ തമിഴ് വേർഷൻ സെപ്റ്റംബർ 23 റിലീസ് ചെയ്യുന്നതായിരിക്കും. 10 കോടിയാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റായിട്ട് കണക്കാക്കുന്നത്. ചിത്രം ഇപ്പോൾ 1 കോടിയും 8 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രവും ഒരു ഡിസാസ്റ്ററായി മാറിയിരിക്കുകയാണ് തിയേറ്ററുകളിൽ. ഷിജു വിൽസൺ നായകനായി എത്തിയ ഒരു ചരിത്ര സിനിമയാണ് 19ാം നൂറ്റാണ്ടിൽ 25 കോടി എന്നൊരു ഭീമൻ തുകയാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റായിട്ട് കണക്കാക്കുന്നത്. ചിത്രം ഇപ്പോൾ 6 കോടി രൂപയും 7 ലക്ഷമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രം തിയേറ്ററുകളിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ 45 or 50 ലക്ഷം രൂപ കളക്ട് ചെയ്യണം. ആലിയ ഭട്ടും രൺബീർ കപൂറും പ്രധാന വേഷത്തിലെത്തിയ ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണ് ബ്രഹ്മാസ്ത്ര. ഏതാണ്ട് 410 കോടിയാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റായിട്ട് കണക്കാക്കുന്നത്. ചിത്രം സെപ്റ്റംബർ 9 തിയേറ്റർ റിലീസ് ചെയ്തിരുന്നത്. 5 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ കളക്ഷനായിട്ട് വരുന്നത് 250 കോടി രൂപയാണ്. ശ്യാൻ വിക്രമിന്റെ ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് കോബ്ര. ആഗസ്റ്റ് 31 ചിത്രത്തിന്റെ റിലീസ് ചെയ്തിരുന്നത്. ചിത്രത്തിന്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് വരുന്നത് 90 കോടിയാണ്. 70 കോടിയാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റായിട്ട് കണക്കാക്കുന്നത്. ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ ഒരു ഫ്ലോപ്പായി മാറിയിരിക്കുകയാണ്. അനശ്വര രാജൻ പ്രധാന വേഷത്തിലെത്തിയ മൈക്ക് എന്ന ചിത്രത്തിന്റെ കളക്ഷനാണ് അടുത്തായി നോക്കാൻ പോകുന്നത്. 3 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് 1 കോടിയും 8 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ 64 ലക്ഷം രൂപയും കേരളത്തിൽ നിന്നുള്ള മാത്രം കളക്ഷനാണ്. ചിത്രം ഇതിനോടകം തന്നെ ഫ്ലോപ്പായി മാറിയിരിക്കുകയാണ്. ഇതുപോലുള്ള സിനിമാപരമായ വിവരങ്ങൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.